ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാൻ കനത്ത തിരിച്ചടി നൽകി. ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടത്തി. ടെൽ അവീവിലേക്ക് 100ഓളം മിസൈലുകൾ വർഷിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2ആയി. 60-ലധികം പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന ഇറാനിയൻ റിപ്പോർട്ട് ഇസ്രയേൽ തള്ളി. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിലും സ്ഫോടനം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. അഗസ്റ്റ് സെബാസ്റ്റ്യൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സെബാൻ, ഇരു വിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തിയിട്ടുണ്ട്. ആർക്കാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? അത് ഇറാന് തന്നെ എന്ന് തന്നെയല്ലേ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക്, ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം അത് എത്രത്തോളം ശക്തമായിരുന്നു? അവ പൂർണ്ണമായും തകർക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഇതുവരെയുള്ള നമുക്കറിയാം, കഴിഞ്ഞ രാത്രിയിലും അതിരൂക്ഷമായ യുദ്ധമാണ് ഉണ്ടായത്. അതായത് അതിരൂക്ഷമായ സംഘർഷം ഇരുഭാഗത്തും ഉണ്ടായി. നേരത്തെ ഇന്നലെ പുലർച്ചെ 3 മണി മുതൽ ഉണ്ടായിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി എന്നോണം ഇന്നലെ രാത്രി ഇറാൻ ആദ്യമായി അത് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക്, ഇത് രണ്ടാം തവണ, ചരിത്രത്തിൽ രണ്ടാം തവണ ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുക്കുന്ന സംഭവം ഉണ്ടായി. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാൻ 100-ലധികം മിസൈലുകൾ തൊടുത്തത്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ. 2 പേർ കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 3 എന്ന അക്കത്തിലേക്ക് കടന്നതായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇത് സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. ഏതായാലും കനത്ത നാശനഷ്ടം ഇപ്പോൾ ഇസ്രായേലിനുണ്ടായിട്ടുണ്ട്. ടെൽ അവീവിലും ജെറുസലേമിലുമാണ് പ്രധാനമായി ഉണ്ടായിട്ടുള്ളത്. ഈ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളൊക്കെ തന്നെ അതിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സംവിധാനം വെടിവെച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും 7 മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുകയും അത് ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയാണ് വീണതെന്നും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. മറ്റ് 2 ആളുകൾ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ വരാനുള്ളതേ ഉള്ളൂ. ഏതായാലും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ ഉള്ള ഇറാൻ്റെ തിരിച്ചടി, അതിന് വലിയ ഒരു തുടർച്ചയുണ്ട്. അത് 2024 ഏപ്രിൽ 1 ഡമാസ്കസിലെ, സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായതിന് പകരമായി 2024 ഏപ്രിൽ 1 ഇറാൻ നടത്തിയ ആക്രമണമായിരുന്നു ട്രൂ പ്രോമിസ് 1 എന്ന് പറയുന്നത്. അതിൻ്റെ 2ാം ഘട്ടം അതേ വർഷം തന്നെ ഒക്ടോബർ 9 ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹെസ്ബുള്ള അടക്കമുള്ള മറ്റ് സൈനിക ഗ്രൂപ്പുകൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം. ആദ്യത്തെ ട്രൂ പ്രോമിസ് 1 ആദ്യമായാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ ഇറക്കി. പിന്നീട് ഇപ്പോഴാണ് ആദ്യത്തെ ട്രൂ പ്രോമിസ് 1 ആക്രമണം വലിയ നാശനഷ്ടങ്ങളൊന്നും ഇസ്രായേലിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം ഡീഎസ്കലേറ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ ഇറാൻ്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിരവധി ആളുകൾക്ക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ